So അടുത്ത പോർഷനിലോട്ട് പോകാം. ഇക്വിലിബ്രിയം ഇക്വേഷൻ ഓഫ് നോൺ കൺകറന്റ് ഫോഴ്സസ് ഇൻ സ്പേസ്. സോ നോൺ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരേ പോയിന്റിൽ കൂടി അല്ലായിരിക്കും ഫോഴ്സസ് ട്രാവൽ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് പോയിന്റ്സ് കൂടെ ആയിരിക്കും ഒരു ബോഡിയിൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ അതെല്ലാം കൂടെ ഒരു ഒറ്റ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്താണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പോലെ തന്നെ മൊമെന്റ് കണ്ടുപിടിക്കണം, റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. റിസൾട്ടന്റിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള അറിയാം. റിസൾട്ടന്റ് ആർ ഈക്വൽ ടു ആർ എക്സ് ഐ വെക്റ്റർ പ്ലസ് ആർ വൈ ജെ വെക്റ്റർ പ്ലസ് ആർ ഇസഡ് കെ വെക്റ്റർ ആണ്. അതിൽ ആർ എക്സ് ഈക്വൽ ടു 0, ആർ വൈ ഈക്വൽ ടു 0, ആർ ഇസഡ് ഈക്വൽ ടു 0 ഇടുമ്പോൾ നമുക്ക് റിസൾട്ടന്റിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് കണ്ടുപിടിക്കാം. ഇനി അതേപോലെ മൊമെന്റിന്റെയും കൂടെ കണ്ടുപിടിക്കാം. മൊമെന്റിന്റെ ബേസിക് ഇക്വേഷനും റിസൾട്ടന്റ് മൊമെന്റ് അബൌട്ട് എ പോയിന്റ് ഈസ് ഈക്വൽ ടു moment of all the forces about the same point. So it will be equal to mr, moment, resultant moment m suffix r is equal to mxi plus myj plus mzk ആണെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് mx is equal to 0, my is equal to 0, mz is equal to 0. Moment along x direction is equal to 0, moment along y direction is equal to 0, moment along z direction is equal to 0. ഇനി സിമ്പിൾ പ്രോബ്ലം ചെയ്യാം. Find the reaction and moment at the support for the structure shown in the figure. ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ചിട്ട് റിയാക്ഷനും മൊമെന്റും കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് തന്നെ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാൻ പോകണം. ഒ എന്ന് പറയുന്ന ഒറിജിനലിൽ 0, 0, 0 ആയിരിക്കും കോർഡിനേറ്റ്സ്. എ എന്ന് പറയുന്നത് ലൈ ചെയ്യുന്ന എക്സ് ആക്സിസിലാണ്. സോ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് വൈയും ഇസഡും 0 ആയിരിക്കും. സോ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ്, ഓയിൽ നിന്ന് 3 മീറ്റർ. അടുത്ത് ബി എന്ന് പറയുന്ന പോയിന്റ് എക്സ് ഇസഡ് ആക്സിസിലാണ്. സോ വൈ ആക്സിസ് 0 ആയിരിക്കും. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്, ഓയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. പിന്നെ ഇസഡ് ആക്സിസ് എത്ര, 4 മീറ്റർ. സോ ഈ 3ഉം 4ഉം വൈ ആക്സിസ് 0 തന്നെ ആയിരിക്കും. സോ 3ഉം 4ഉം ട്രാവൽ ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന കോർഡിനേറ്റ് കിട്ടും. ഇനി സി എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് 3 മീറ്റർ ഇങ്ങോട്ട്, 4 മീറ്റർ ഇസഡ് ആക്സിസിൽ, അതേപോലെ താഴോട്ട് 2 മീറ്റർ. അപ്പോഴാണ് ഈ സി എത്തുന്നത്. സോ അതെന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത്. സോ 3യുടെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 3, 2, 4. 2 മൈനസ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ താഴോട്ട് വൈ ആക്സിസ് നെഗറ്റീവ് ആയിരിക്കും. സോ ഇത് വെച്ചിട്ട് നമ്മൾ ഇനി ഫോഴ്സ് വെക്ടർ കണ്ടുപിടിക്കാൻ പോകണം. ഫോഴ്സ് വെക്ടർ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന കാരണം ഇത് വൈ ആക്സിസിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഫോഴ്സ് വെക്ടർ എഫ് എ ഇസിക്കൽ ടു എക്സ് ആക്സിസ് ഇല്ല. സോ 0 ഐ പ്ലസ് വൈ ആക്സിസ് ഉണ്ട്, പ്ലസ് അല്ല താഴോട്ട് ആക്ട് ചെയ്യുന്നതാണ് -10j പ്ലസ് ഇസഡ് ആക്സിസും ഇല്ല, പ്ലസ് 0 ഇസഡ്. അതാണ് ഇവിടെ -10j എന്ന് മാത്രം എഴുതിയിരിക്കുന്നത് എഫ് എ. അടുത്ത് എഫ് ബി എന്ന് പറയുന്നത് നോക്കാം. എഫ് ബി എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്, എക്സ് ആക്സിസ് മാത്രമേ ഉള്ളൂ. സോ എഫ് ബി ഇസിക്കൽ ടു 20i പ്ലസ് വൈയിലോട്ടൊന്നുമില്ല. സോ 0 ഇൻറ്റു ജെ, ഇസഡിലോട്ടൊന്നുമില്ല. സോ 0 ഇൻറ്റു കെ. അതാണ് ഇവിടെ 20 മാത്രം ഇട്ടേക്കുന്നത്. അത് എഫ് സി എന്ന് പറയുന്നത് എന്താണ്, എഫ് സി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് പോകുന്നത്. അത് ഇസഡ് ആക്സിസിലോട്ടാണ് പോകുന്നത്, ഈ ആക്സിസിലോട്ടാണ് പോകുന്നത്. സോ അതിൽ എക്സ് കമ്പോണൻറ്റ് വൈ കമ്പോണൻറ്റ് ഇല്ല, ഇസഡ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. സോ 30k എന്ന് വരും. കാരണം ഐ ജെ കെ ആണല്ലോ, ഐ ആണ് എക്സിൻ്റെ കമ്പോണൻറ്റ്, വൈ എന്ന് ജെ എന്ന് പറയുന്ന വൈയുടെ കമ്പോണൻറ്റ്, കെ എന്ന് പറയുന്ന ഇസഡ് കമ്പോണൻറ്റ്. ഇവിടെ ഇസഡ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. സോ കെ മാത്രമേ ഉള്ളൂ, 30k. റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് അതാണ് ഈ കണ്ടുപിടിച്ചേക്കുന്നത്. സോ ഇതിൽ ആർ എക്സ് എന്ന് പറഞ്ഞാൽ 20, ആർ വൈ എന്ന് പറഞ്ഞാൽ -10, ആർ ഇസഡ് എന്ന് പറഞ്ഞാൽ 30. അത് കണ്ടുപിടിച്ചു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു. ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം റൂട്ട് എടുക്കുക. സോ അവിടെ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്തു, തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കോസ് ഇൻവേഴ്സ് ഓഫ് ആർ എക്സ് എക്സ് തീറ്റ എല്ലാം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ആർ എക്സ് ബൈ ആർ, വൈ ആണെങ്കിൽ ആർ വൈ ബൈ ആർ, ഇസഡ് ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് ആർ ഇസഡ് ബൈ ആർ. ആർ എക്സ് ആർ വൈ ആർ ഇസഡ് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് ആർ എക്സ് 20, ആർ വൈ -10, ആർ ഇസഡ് 30. ആർ എന്ന് പറഞ്ഞാൽ എത്ര, ഇതിൻ്റെ എല്ലാം കൂടെ സ്ക്വയർ. അത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 37.4 എന്ന് കിട്ടും. അത് ചെയ്ത് നോക്കുക. സോ അത് ഇതാണ് 6. സോ അതെല്ലാം കൂടെ അപ്പോൾ തീറ്റാക്സ് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് റിസൾട്ടൻറ്റും അതിൻ്റെ ഡയറക്ഷനും എല്ലാം കണ്ടുപിടിച്ചു. സോ നമ്മൾ ഫസ്റ്റ് പോർഷൻ റിയാക്ഷൻ കണ്ടുപിടിച്ചു. ഇനി മൊമെൻറ്റ് കണ്ടുപിടിക്കണം. മൊമെൻറ്റ് അറ്റ് ദി സപ്പോർട്ട് എ എന്ന് ഒ എന്ന് പറഞ്ഞാൽ എന്താണ്, moment of the resultant force about A, O എന്ന് പറഞ്ഞാൽ will be equal to sum of the moments of all the forces about A. all the forces എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ഇൻറ്റു ഏത് മൊമെൻ്റ് എടുക്കും, 10 ഇൻറ്റു ഈ ഫോഴ്സ്. ഈ 10 എന്ന് പറയുന്ന ഫോഴ്സ് ഓയിൽ എത്താനായിട്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, അതാ OA ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. സോ ഇവിടുത്തെ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അബൌട്ട് 10 എന്ന് പറഞ്ഞാൽ എന്താണ്, OA പൊസിഷൻ വെക്ടർ ഓഫ് OA ഇൻറ്റു ഈ ഫോഴ്സ് 10. അതാണ് അവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ അടുത്ത് ബിയിലുള്ള എത്രയാണ്,
കിലോ ന്യൂട്ടൺ. അത് ഓയിലെത്താനായിട്ട് എത്ര 20 കിലോ ന്യൂട്ടൺ ഫോഴ്സ് എത്ര ട്രാവൽ ചെയ്യണം ഈ ഓയിലോട്ട് എത്താൻ? അതാണ് ഈ OB ഡിസ്റ്റൻസ് എന്ന് പറയും. സോ മൊമെൻ്റ് അബൌട്ട് O ഫോർ ദി ഫോഴ്സ് ബി കൂടി പോകുന്ന ഫോഴ്സിൻ്റെ മൊമെൻ്റ് അബൌട്ട് ദി O എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ വെക്ടർ OB ഇൻറ്റു ഇവിടുത്തെ വെക്ടർ, ഇവിടുത്തെ ഫോഴ്സ് വെക്ടർ FB എന്ന് പറയുന്നത്. FBയിലെ ഫോഴ്സ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 20I. സോ സെക്കൻഡ് ഇത് സിയിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സിയിൽ നിന്ന് ഓയിലോട്ട് ഈ ഫോഴ്സിന് എത്താൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം? അതെന്ന് പറഞ്ഞാൽ OC ആയിരിക്കും. സോ OC ഡിസ്റ്റൻസ് ആണ്. സോ പൊസിഷൻ വെക്ടർ ഓഫ് OC ഇൻറ്റു ഈ ഫോഴ്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ 30 എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ഇവിടുത്തെ മൊമെൻറ്റ് കിട്ടും അബൌട്ട് O. ഇനി പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ OA എന്ന് പറഞ്ഞാൽ എന്താണ്? OA എന്ന് പറയുമ്പോൾ 3 - 0 ഇൻറ്റു I മാത്രമേ വരത്തുള്ളൂ. അതാണ് OA വെക്ടർ, 3I എന്ന് പറയും. ഇനി OB എന്ന് പറയുമ്പോഴോ 3 - 0 ഇൻറ്റു I പ്ലസ് 0 - 0 ഇൻറ്റു J പ്ലസ് അപ്പോൾ 3I പ്ലസ് 4K എന്ന് വരും. ഇനി OC ആണെങ്കിലോ പൊസിഷൻ വെക്ടർ 3 - 0 ഇൻറ്റു 3I മൈനസ് 2J പ്ലസ് 4K എന്ന് വരും. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിറ്റർമിനൻ്റ് എടുത്ത് അത്രേ ഉള്ളൂ. സിമ്പിൾ പ്രോബ്ലം. അതെല്ലാം കൂടെ ഈ ചെയ്തേക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് പൊസിഷൻ വെക്ടർ ഞാൻ ഇപ്പോൾ പറഞ്ഞ. സോ പൊസിഷൻ വെക്ടർ ഓഫ് OA ഇൻറ്റു FA നമുക്കറിയാം എത്രയാണ്? -10J. അതാണ് ഈ ചെയ്തേക്കുന്നത്. പ്ലസ് പൊസിഷൻ വെക്ടർ ഓഫ് OB എന്ന് പറഞ്ഞാൽ ഇത് 3I പ്ലസ് 4K ഇൻറ്റു FB എന്ന് പറഞ്ഞാൽ ഫോഴ്സ് വെക്ടർ അറ്റ് B 10J. അതേപോലെ ഫോഴ്സ് വെക്ടർ അറ്റ് C 30K ഇൻറ്റു പൊസിഷൻ വെക്ടർ OC ആണ് ഈ ചെയ്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഡിറ്റർമിൻ എടുത്തേക്കുന്നത്. ആദ്യം ROA ഇൻറ്റു FA ആണ്. ROA എന്ന് പറഞ്ഞാൽ 3I. സോ IJK ഇട്ടു 300. ഐയുടെ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. FA എന്ന് പറഞ്ഞാൽ എന്താണ്? 20I ആണ്. സോ ആദ്യത്തെ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. സോറി, FA എന്ന് പറഞ്ഞാൽ 20I. സോ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ -10 അല്ല, അവിടെ എന്താണ് വരുന്നത്? ഇവിടെ 20 ആണ് വരുന്നത്. ശ്രദ്ധിക്കുക, കാരണം FA എന്ന് പറയുന്നത് എന്തുവാണ്? FA എന്ന് പറഞ്ഞാൽ -10J. അപ്പോൾ എന്തുവാണ്? കറക്റ്റ് തന്നെയാണ് 0 - 10 0. അതേപോലെ തന്നെ ROB ഇൻറ്റു FB എന്ന് പറഞ്ഞാൽ ROB എന്ന് പറഞ്ഞാൽ 3ഉം 4ഉം J കമ്പോണൻ്റ് ഇല്ല. സോ 304 ഇൻറ്റു അതിൻ്റെ ഫോഴ്സ് വെക്ടർ അറ്റ് B എന്ന് പറഞ്ഞാൽ എത്ര? 20I ആണ്. 20I. സോ X കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ 20 അങ്ങനെ ഇതും ആഡ് ചെയ്തു, ഇതും അതുപോലെ എടുത്ത് ആഡ് ചെയ്യുക. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. പ്ലസ് I വെക്ടർ ഇൻറ്റു 0 × 0 മൈനസ് ഓഫ് 10 × 0 മൈനസ് J ഇൻറ്റു 3 × 0 - 0 × 0 പ്ലസ് K ഇൻറ്റു -30K എന്ന് മാത്രം വരും. അതാണ് ഇത്. അങ്ങനെ ഇതും ചെയ്യുക. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതി. സോ ഇതാണ് ഇക്വേഷൻ. റിസൾട്ടൻറ്റ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു MXI പ്ലസ് MYJ പ്ലസ് MZK. സോ MX എന്ന് പറഞ്ഞാൽ -60, MY എന്ന് പറഞ്ഞാൽ -10, MZ എന്ന് പറഞ്ഞാൽ -30. ഇനി ഇതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കണമെങ്കിൽ MXൻ്റെ ഇത് മാഗ്നിറ്റ്യൂഡ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ എല്ലാം റൂട്ട് എടുക്കുക, സ്ക്വയറിൻ്റെ. അതാണ് ഈ ചെയ്തേക്കുന്നത്. സിമ്പിൾ പ്രോബ്ലമാണ്. ഓക്കെ.